അകന്ന ബന്ധമൊന്നുമല്ല. ചെറിയങ്ങാട് ഗോവിന്ദൻ നായരുടെ മകൻ രാജഗോപാലൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പാർവതിയുടെ ചേച്ചിയുടെ മോളെയാ, രജനിയെ. അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരിക്കൽ പോയിട്ടുണ്ട്. എന്താ ചന്ദ്രപ്രകാശ്, ആ ചായ ഇരുന്ന് ആണെന്ന് കണ്ടില്ലേ? എളുപ്പെടുത്ത് കുടിക്കേ. വേഗം കൊണ്ട് കുടിച്ചോളൂ, ഇല്ലെങ്കിൽ ചിലപ്പോ അദ്ദേഹം പെണ്ണ് തരില്ല. അനുസരണക്കേട് തീരെ ഇഷ്ടമില്ലാത്ത ആളാണ്. പിന്നല്ലാതെ ഇതൊരുമാതിരി പോലീസുകാർ ലോക്കപ്പിലിട്ട് ചായ കുടിപ്പിക്കുന്ന പോലെ. ഓ, ലോക്കപ്പിൽ അങ്ങനെയുണ്ടോ ഒരു ശിക്ഷാമുറ? ആ ഉണ്ട്. വയസ്സമ്പത്താറായി എന്നിട്ടും വിഡ്ഢിത്തങ്ങൾ എഴുന്നള്ളിക്കുന്നതിന് യാതൊരു കുറവുമില്ല. റിട്ടയേർഡ് പ്രൊഫസർ തന്നെ കുറിച്ചാണോ പറഞ്ഞത്? ഇരുന്ന് ചിരിക്കണ. ഇദ്ദേഹം ഫോർത്തിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഞാനാ ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു കൂട്ടുകാരൻ. ഇക്കണ്ട കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് ഇയാള് ഹ്യൂമർ പോലെ എന്തോ ഒന്ന് പറയുന്നത്. അപ്പൊ അതങ്ങനെ ചിരിച്ച് ആഘോഷിക്കുക തന്നെ. മതി മതി മതി, ആഘോഷത്തിലുള്ള ചിരിയൊക്കെ ആയി. അപ്പോ പോകുന്നവരെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാലോ? എന്താടാ അതങ്ങനെ എടുപിടിന്ന് തീയതിയൊക്കെ കുറിക്കണതിന് മുമ്പ് നമുക്ക് അപർണയുടെ അഭിപ്രായം കൂടെ ഒന്ന്. അല്ല, വാക്ക് പറഞ്ഞിട്ട് പിന്നെ. നിന്നെക്കാളൊക്കെ പ്രായവും അനുഭവം ഉള്ളവരായി ഇരിക്കുന്ന എല്ലാരും അവളെ വിളിക്ക്, അങ്ങനെ ചോദിച്ചേക്കാം. അതിപ്പോ അങ്ങനെയൊക്കെ അങ്ങ് വിളിച്ചു ചോദിച്ചാ തീയതി കുറിക്കുന്നൊന്നും നമുക്കൊരു പ്രശ്നമല്ലല്ലോ. എന്നാ പിന്നെ നീ എങ്ങനെ ഇരുന്നോ, കാര്യങ്ങളൊക്കെ സ്വയം അങ്ങ് തീരുമാനിച്ചോ. ഇയാളെ കൊണ്ട് തോറ്റു. ഇത് ഇവിടെ പറയുന്ന നേരം കൊണ്ട് അകത്ത് പോയി അവരോട് ചോദിച്ചാ പോരായിരുന്നോ? ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. വാശിയും ശുണ്ടിയൊക്കെ കുട്ടികളെ മാതിരിയാ. ഞാനങ്ങനെ എന്തെങ്കിലും എതിർപ്പുണ്ടായിട്ടൊന്നും പറഞ്ഞല്ല. പക്ഷെ നമുക്കറിയില്ലല്ലോ പെൺകുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന്. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. അഹങ്കാരാണ്, ആരോട് എന്ത് സംസാരിക്കണം യാതൊരു ബോധവുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? താനിതിരുമാതിരി ആൾക്കാരുടെ മുമ്പ് വെച്ച് തന്റെ സഹവാസം കൊണ്ടാ അവന് ധിക്കാരെല്ലാം കാണിക്കുന്നത്. ആ പയ്യൻ എന്താ ഒരു കുഴപ്പം? നല്ല തറവാടിയും തനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാ മതിയോ? എന്താ ഇഷ്ടപ്പെട്ടാൽ അമ്മേ. ഓ, ഞാനത് അമ്മയോട് പറഞ്ഞു. ഓ മതി മതി, ഇനി ഇത് അച്ഛന്റെ ചെവിയിൽ എത്തണ്ട. എല്ലാം തലകുത്തിന് കീഴ്പൊട്ടിങ്ങി പോരും. എന്നാലും അവളാള് ഭയങ്കര തന്നെയല്ലേ അമ്മേ? നിങ്ങളുടെ കാര്യം കൂടി ഈ കൂട്ടത്തിൽ ആലോചിക്കുന്നുണ്ട്, അച്ഛനും കുറുപ്പേട്ടനും കൂടി. ഓ, അതിനിപ്പോ ധൃതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ആ, നിനക്ക് ധൃതി ഉണ്ടാവില്ല. അവരിനേക്കാൾ 2 വയസ്സ് മൂത്തതാ മണിക്കുട്ടി. ഇനിയിപ്പോ ഇത് ഒരു പന്തലാവും ഞാൻ നല്ലത്. അമ്മ കരയുകയും സങ്കടപ്പെടുകയും ചെയ്യില്ല എന്ന് ഉറപ്പ് തന്നാ ഞാനൊരു കൂട്ടം പറയാം. ഞാൻ ഈയിടെ ഒരു ദിവസം മംഗലാപുരത്തിന് പോയിരുന്നു. കിച്ചുവിനെ കണ്ടു. ഇത് തന്നെ ഞാൻ പറയാഞ്ഞേ. അപർണയുടെ കല്യാണത്തിന് അവനും ഉണ്ടാവണ്ടേ അമ്മേ? ആഗ്രഹമില്ലൊന്നുമല്ലല്ലോ. അവന് നമ്മളോടൊന്നും ഒരു ദേഷ്യവും ഇല്ല. അച്ഛനൊന്ന് വിളിച്ച അവൻ വരും, ഉറപ്പാ. മണിക്കുട്ടിയുടെ എന്റെയും കല്യാണക്കാര്യം അതിപ്പോ ധൃതി വെക്കണ്ട. അപർണയുടേത് ഭംഗിയായിട്ട് കഴിയട്ടെ. കിച്ചുവിന് അവിടെ ഒരു പെണ്ണുണ്ട്, നല്ല കുട്ടിയാ. അവക്ക് വലിയ കാര്യം. അവന് നല്ല കുറ്റബോധമുണ്ട്. സത്യത്തിൽ അച്ഛനെ ഭയന്നിട്ടാ ഇങ്ങോട്ട് പുറപ്പെടാത്തത്. തരം പോലെ അമ്മയൊന്ന് പറഞ്ഞാൽ ചിലപ്പോ അച്ഛൻ. രണ്ടറ്റാക്ക് കഴിഞ്ഞല്ലേ മോനെ? എന്തെങ്കിലും പറഞ്ഞാൽ ഇനി പ്രഷറോ മറ്റോ കേറിയാലോ ഒന്ന്. എന്റെ ഒരു ആഗ്രഹ നമ്മുടെ കല്യാണം നടക്കുന്ന പന്തലിൽ തന്നെ കിച്ചുവിന്റെയും. എനിക്ക് ഒട്ടും വിശ്വാസമില്ല. ഈ ആഗ്രഹം പറഞ്ഞോണ്ടിരിക്കന്നെ ഉണ്ടാവും. നടക്കൂടോ, അതിനുള്ള സൂത്രമൊക്കെ ഞാൻ കണ്ടുവച്ചു. ഓ, ഒരു സൂത്രക്കാരൻ. എന്റെ അടുത്തുള്ള ഈ വീമ്പളക്കം തന്നെയുള്ളൂ. അച്ഛന്റെ മുമ്പേ നിന്നാ സൂത്രം ആവില്ല വരിക, വേറെ വല്ലതും ആവും. നീ നോയിക്കോ, അച്ഛൻ വിളിക്കുകയും ചെയ്യും, അവൻ വരികയും ചെയ്യും. ആ, നീ അവന്റെ അഖിലെ ഒന്ന് കാണണം. എന്താ കുട്ടി, ഇങ്ങനെ കുറിഞ്ഞിപ്പൂച്ച പോലൊന്നും അല്ല. നല്ല പഠിപ്പും ജോലിയൊക്കെ ഉള്ള ഇംഗ്ലീഷൊക്കെ പറയുന്ന സ്മാർട്ട് ഗേളാ. ഇതുപോലൊന്നും അല്ല, നല്ല ചുരിദാറൊക്കെ ഇട്ട്. എനിക്കൊന്നും കേക്കണ്ട. ഓ, ആ, നിക്ക് നിക്ക് നിക്ക്. എടി കുശുമ്പി, നിന്നെ ഞാൻ ഇന്ന്. എന്തിനിപ്പോ കുശുമ്പ്? എനിക്കിപ്പോ പണ്ടത്തെ പോലെ കുശുമ്പൊന്നുമില്ല. ഞാൻ ഏതായാലും മംഗലാപുരം വരെ ഒന്ന് പോവാന്ന് വിചാരിക്കുക. കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കെങ്കിലും ചെയ്യണ്ടടോ. അങ്ങനെയൊക്കെ അവനുമായിട്ടൊരു അടുപ്പുണ്ടാക്കി എടുക്കാൻ പറ്റൂ. അനന്തുവേട്ടനെ നട്ടപ്രാന്ത.
എന്താച്ചാ ചെയ്തോ. Hey, ma'am, I'm trying to save him. Trust me. I'm telling you the truth. I have no information. ഞാൻ എന്താ ചെയ്യാ? Look here. കിഷനെതിരെയുള്ള ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ ആണത്. തനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് പറ. അവനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ some bit or a sheet of information. Oh God, what do I do? Jesus, അന്തോട്ട് വന്നിട്ടുണ്ട്. കുറച്ചു മുമ്പ് ടൗണിലേക്ക് ഇറങ്ങി. Fuck! അവൻ എങ്ങോട്ട് പോണെന്നാ പറഞ്ഞ? ഒന്നും പറഞ്ഞില്ല. ഞാൻ മമ്മിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ ചേർച്ച് ഏതാ? സെന്റ് ജോൺസ്. പക്ഷെ അങ്ങോട്ടാവില്ല. പിന്നെ എങ്ങോട്ടാവും? എന്നെ അറിയിക്കാതെ ഇങ്ങോട്ട് വരരുത് ഞാൻ പറഞ്ഞിട്ടല്ലേ. നോക്കി നിൽക്കാതെ വന്ന് ജീപ്പിക്കാറ്. കിഷനെ ഷൂട്ട് ആക്കി ചെയ്തിട്ടുണ്ട്. മാറോ. കിഷൻ, ഞാൻ തന്റെ ശത്രുവല്ല. പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ട്രസ്റ്റ് മീ, പുറത്തേക്ക് ഇറങ്ങുന്നത് ഇറ്റ്സ് ഡേഞ്ചറസ്. മരിച്ചത് കിഷൻ തന്നെയാണെന്ന് ലോകം അറിയൂ. ടേക്ക് മൈ വേർഡ് ഓൺ ദാറ്റ്. കിഷൻ അനന്തുമായിട്ട് നാട്ടിലേക്ക് പോകുന്നു. വാട്ട് യു സേ? നോൺസെൻസ്. എനിക്ക് പറ്റില്ല.
അങ്ങനെയല്ലാതെ തനിക്കിനി സമാധാനത്തോട് ജീവിക്കാൻ കഴിയില്ല കിഷൻ. പുറത്തിറങ്ങിയാൽ ഒന്നുകിൽ പോലീസിന്റെ വെടിയേറ്റ്, അല്ലെങ്കിൽ ഗോവിന്ദജിയുടെ ആൾക്കാർ. മരിക്കാൻ എനിക്ക് പേടിയില്ല. ഉണ്ടാവില്ലടോ. മരിക്കാൻ തനിക്കൊന്നും പേടിയുണ്ടാവില്ല. മംഗലാപുരത്ത് എന്തിനു പോകുന്നൊരു സ്ട്രീറ്റ് റോഡിക്ക് ജീവിതത്തിന് വലിയ അർത്ഥവും ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തനിക്ക് പകരം മരിച്ച ആ സാധു മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് അങ്ങനെ ആയിരുന്നില്ല. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും സ്വപ്നങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തന്നെ അനന്തകൃഷ്ണാക്കി വീട്ടിലേക്ക് എഴുന്നള്ളിച്ചിട്ട് എനിക്കൊരു പുല്ലിന്റെ കാര്യമില്ല. അവന്റെ മരണത്തിനെങ്കിലും അർത്ഥം ഉണ്ടാവട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. ഇവന്റെ അമ്മ ഒരിക്കൽ സ്നേഹത്തോടെ വെച്ചുകൊള്ളുമ്പോ ഒരു ഊണിന്റെ പേരില് അറിയാതൊരു അല്പടുപ്പം തോന്നിപ്പോയിട്ടുണ്ട് ഇവനോടും. തനിക്ക് ചാവണമെങ്കിൽ പോയി ചാവടോ. മരിക്കാൻ പേടിയില്ലത്രേ. മരിക്കാൻ എന്തിനാടോ പേടിക്കുന്നത്? ജീവിക്കാൻ ധൈര്യമുണ്ടോ എന്നാ ചോദ്യം. Sir, please. കിഷനെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാൻ അനന്തവേട്ടൻ ഒരുപാട് മോഹിച്ചിട്ടുണ്ട്. നീ എന്തായി പറയുന്നത്? എനിക്ക് കഴിയില്ല. എനിക്ക് അവരെ ഒന്ന് ഫേസ് ചെയ്യാൻ തന്നെ പറ്റില്ല. അനന്തേട്ടൻ ബാക്കി വെച്ചിട്ട് പോയ കാര്യങ്ങളാണ് ഇനി കിഷൻ ചെയ്യേണ്ടത്. അപർണയുടെ കല്യാണം, രാധയുടെ പഠിപ്പ്, എല്ലാറ്റിനും പ്രാശ്യത്തായിട്ട് ഇതേ ഉള്ളൊരു മാർഗം. കിഷൻ ഇതൊക്കെ വിട്ട് ഈ നശിച്ച നാടൻ വിട്ടു പോകുമ്പോ മമ്മിക്കും സന്തോഷാവും. അനന്തവേട്ടനെ എല്ലാവർക്കും വേണ്ടത്. കിഷൻജിയെ ഈ ലോകത്ത് ആർക്കും വേണ്ട.